നമസ്കാരം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബാങ്ക് നിഫ്റ്റിയെ ശക്തമായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രധാന പങ്ക് വഹിച്ച ബാങ്ക് നിഫ്റ്റിയിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കമ്പനിയായിട്ടുള്ള HDFC ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. ഡെപ്പോസിറ്റ് കുറഞ്ഞത് കാരണം HDFC ബാങ്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഫോൾ ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇന്ന് HDFC ബാങ്ക് കാരണം ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 423 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഉണ്ടാക്കിയത്. ബാങ്ക് നിഫ്റ്റിയുടെ ഒപ്പം തന്നെ ഫോൾ ആയിരുന്നു നമ്മുടെ നിഫ്റ്റി ഇനീഷ്യലി. എന്നാൽ റിലയൻസിൻ്റെ ഭാഗത്തുനിന്ന് ജിയോയുടെ IPO സംബന്ധിച്ചുള്ള ന്യൂസ് വന്നു. $122 ബില്യൺ വരുത്തി വരുന്ന IPO സംബന്ധിച്ചുള്ള ന്യൂസ് നിഫ്റ്റിയിൽ റിലയൻസ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് വളരെ വലിയ രീതിയിൽ രക്ഷകനായി വന്നു എന്നുള്ളതാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച കാരണം. അതുകൊണ്ട് തന്നെ നിഫ്റ്റി തിരിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് സെൻസെക്സ് തിരിച്ചു വന്നു. ഇന്ന് സെൻസെക്സിൽ കോൾ ഷോർട്ട് ചെയ്ത ആളുകൾ, ബാങ്ക് നിഫ്റ്റിയുടെ ഫോള് കണ്ട് സെൻസെക്സിന് കോൾ സൈഡിൽ ഷോർട്ട് ചെയ്ത ആളുകൾ അവസാന സമയത്ത് ട്രബിൾ ആയിട്ടുണ്ടാവുന്ന ഒരു ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. എനിവേ, നിക്ഷേപകരെ സംബന്ധിച്ച് ഈ ഒരു റിലയൻസിൻ്റെ ഒരു ജിയോ IPO സംബന്ധിച്ചുള്ള ന്യൂസ് വന്നതിന് ശേഷം നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫോള് തിരികെ എത്തി എന്നുള്ള വളരെ സന്തോഷപരമായിട്ടുള്ളൊരു ദിവസമാണ്. സ്റ്റിൽ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് HDFC ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഡെപ്പോസിറ്റ് കുറവ് കാരണം ഉണ്ടായിട്ടുള്ള ആ ഒരു നെഗറ്റിവിറ്റി മാറിയിട്ടില്ല എന്നും കൂടി നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. എസ്റ്റർഡേ ക്ലോസ് കാണാം. ഏകദേശം 24,316 ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഓപ്പണിംഗ് കാണാം. നിഫ്റ്റി ഗ്യാപ് ഡൗണിലായിരുന്നു. ആദ്യത്തെ 5 മിനിറ്റ് ശേഷം വീണ്ടും നിഫ്റ്റി 24,160 സപ്പോർട്ട് എടുത്തു. അതിനുശേഷം 192 പോയിൻറ്റ് ഇൻട്രാഡേ ലോയിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു കുതിപ്പ് നേടിയപ്പോൾ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 21 പോയിൻറ്റും സെൻസെക്സ് 53 പോയിൻറ്റ് ഫ്ലാറ്റും നിഫ്റ്റി ബാങ്ക് 443 പോയിൻറ്റിൻ്റെ ഒരു ഇടിവും കണ്ടു. ONGC, SBI, റിലയൻസ്, ബ്രിട്ടാനിയ, HUL തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 4% വരെയുള്ള റാലി രേഖപ്പെടുത്തി. അപ്പോൾ റിലയൻസിൻ്റെ സ്പോട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുക, 3177 റിലയൻസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഫോളായ സ്റ്റോക്ക് സ്വാഭാവികമായും HDFC ബാങ്ക് 4.5%, ടൈറ്റാൻ 2%, ടാറ്റ സ്റ്റീൽ, M&M, L&T, മൈൻഡ്ട്രി തുടങ്ങിയ കമ്പനീസാണ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിലെ മറ്റുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ റിലയൻസ് ഇന്ന് നിഫ്റ്റിയിൽ രക്ഷകനായിട്ടുണ്ട്. ഇടിഞ്ഞ നിഫ്റ്റീനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അത് നിഫ്റ്റിയിലെ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള റിലയൻസിന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഫാർമ സെക്ടറിൽ ബൈയിങ് കാണുന്നുണ്ട്. ഓറോബിൻ്റെ ഫാർമ, ഗ്ലെൻമാർക്ക് ഫാർമ തുടങ്ങിയ കമ്പനീസും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫെഡറൽ ബാങ്ക്, ആലുവ കേന്ദ്രമായിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് വന്നപ്പോൾ ഇവരുടെ ഡെപ്പോസിറ്റും കാസ റേറ്റും എല്ലാം തന്നെ വളരെ സഫീഷ്യൻ്റായ ഒരു റേറ്റ് വന്നു. അതിനുശേഷം ഫെഡറൽ ബാങ്കും റാലി രേഖപ്പെടുത്തി. ബജാജ് ഓട്ടോ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ CNG ബൈക്ക് അവർ ലോഞ്ച് ചെയ്തു. അതും 95,000 രൂപക്ക് ഏകദേശം ഒരു 120cc ബൈക്ക് ലോഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ബജാജ് ഓട്ടോയിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് കണ്ടു. ടൈറ്റാൻ സ്റ്റോക്ക് നമ്മൾ ഇടിഞ്ഞത് കണ്ടു. ടൈറ്റാൻ സ്റ്റോക്ക് 2%-ലേറെയാണ് ഇടിഞ്ഞിട്ടുള്ളത്. കൊട്ടാക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ടൈറ്റാന് ഡൗൺഗ്രേഡ് ചെയ്തതാണ് കാരണം. ടൈറ്റാൻ എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ജ്വല്ലറി, വാച്ച് സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. RBL ബാങ്കും ഏകദേശം 2% അടുത്ത് ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1.13% ഫോൾ ആയിട്ടുണ്ട്. HDFC ബാങ്കിൽ ഉണ്ടായ സമാനമായ ഒരു അവസ്ഥയാണ് RBL ബാങ്കിലും ഉള്ളത്. ഇവരുടെ ഡെപ്പോസിറ്റ് എല്ലാം തന്നെ അല്ലെങ്കിൽ ക്യാഷ് നിരക്കുകളെല്ലാം തന്നെ കുറവ് വന്നിട്ടുള്ളതാണ് ഇന്ന് RBL ബാങ്ക് ഇടിയാനായിട്ട് കാരണം. ഐക്കോൺ കമ്പനി ഏകദേശം ഒരു 750 കോടി രൂപയുടെ ഒരു ഓർഡർ RBLൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു. രാവിലെ 7:00 നമ്മുടെ പ്രീ മാർക്കറ്റ് ന്യൂസിൽ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈവൻ HDFC ബാങ്കായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളും കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐക്കോൺ ഇന്ന് ഏകദേശം ഒരു 10% ഒരു റാലി ഉണ്ടാക്കി. അതുപോലെ തന്നെ തെർമാക്സ് കമ്പനി 6% റാലി ഉണ്ടാക്കി. 513 കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് കിട്ടിയിരുന്നു. റൈമണ്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ വലിയ ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ റൈമണ്ടിന് ഈ ഒരു ടെക്സ്റ്റൈൽസ് ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് റിയാലിറ്റി മേഖലയിലും ഇവർ ബിസിനസ് വളരെയധികം ശക്തമാണ്. അപ്പോൾ ഡൽഹിയും ബാംഗ്ലൂരും എല്ലാം തന്നെ കേന്ദ്രമായിട്ട് ഇവർക്ക് ഈ ഒരു ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളെല്ലാം തന്നെ റൈമണ്ടിനുണ്ട്. അപ്പോൾ റൈമണ്ടിൻ്റെ ഈ ഒരു റിയാലിറ്റി ബിസിനസ് ഡീമർജ് ചെയ്യുന്ന ഒരു ന്യൂസ് വന്ന് അത് റൈമണ്ടിന് വളരെയധികം ഗുണകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാർമ സെക്ടറിലുള്ള ഷിൽപ മെഡിക്കെയർ കമ്പനി ഇവരുടെ പുതിയ മെഡിസിൻ്റെ ക്ലിനിക്കൽ ട്രയൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഷിൽപ മെഡിക്കെയർ കമ്പനിയും ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യുഎസ് മാർക്കറ്റ് അവധിയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ നമുക്ക് പരിശോധിക്കാം. അതിന് മുമ്പ് യുകെയിൽ നിന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനക് ഈ ഒരു ഇലക്ഷനിൽ നിന്ന് റിസൈൻ ചെയ്തു, PM ആയിട്ട് റിസൈൻ ചെയ്തു. തോൽവി ആയിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഗ്ലോബലി ഉള്ളത്. യുഎസ് മാർക്കറ്റ് അവധിയാണെങ്കിൽ കൂടിയും യുഎസിൽ നിന്ന് ഒരുപാട് ഡേറ്റാസ് എല്ലാം തന്നെ നമുക്ക് വരാനുണ്ട്. അപ്പോൾ ആ ഡേറ്റ എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $54,982 ബിറ്റ്കോയിൻ്റെ സ്പോട്ട് ഉള്ളത്. $3000 ഇടിഞ്ഞ അവസ്ഥയിലാണുള്ളത്. തൊട്ട് താഴെ ഏറ്റവും ടോപ്പിൽ നിന്ന് തൊട്ട് താഴെ ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള പെർ ഔൺസിൻ്റെ റേറ്റാണ് $2365 പെർ ഔൺസിന് ഗോൾഡ് ഉള്ളത്. ഇന്ന് ഏകദേശം $8 ഒരു വർധനവ് ഉണ്ടാക്കി. അതിന് താഴെയുള്ളത് ബ്രെൻഡ് ഓയിലാണ്, $87 പെർ ബാരൽ. തൊട്ട് താഴെയുള്ളത് എല്ലാം ഏഷ്യൻ മാർക്കറ്റാണ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സഡ് ആയ അവസ്ഥയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്, പ്രത്യേകിച്ച് ഇൻഡിക്കേഷനൊന്നുമില്ല. ഇനി യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള അപ്ഡേറ്റ്സ് ഇതാണ്. നാളെ വൈകിട്ട് കൃത്യം 7 മണിക്ക് ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആരൊക്കെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫയൽ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിനൊക്കെ കുറച്ച് വ്യക്തമായിട്ട് നാളെ വൈകിട്ട് കൃത്യം 7 മണിക്ക് ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസായിട്ട് ITR ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസായിട്ട് എത്താം, വീഡിയോ ആയിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.